സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പുരയ്ക്കൽ മത്തച്ചൻ സാറാണ്. പൊന്നന്താനം ഇടവക്കാരനാണ്. സാറെ സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കേരളത്തിലെ മിഷൻ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ പെടാൻ പാടില്ലാത്ത ഏറ്റവും ആദരണീയരായ ഒരു വ്യക്തിത്വമാണ് സാറ്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇടുക്കി, കോതമംഗലം രൂപതകളിലെ എല്ലാ ദേവാലയങ്ങളിലും പോയി മിഷൻ ലീഗിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു സാറാണ്. അപ്പോൾ സാറിൻ്റെ ജീവിത വിശേഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. സാറിനറിയാം, ഇന്നൊരു വെറുതെ നിങ്ങളോട് പറയാം, ഇന്നലെ കാര്യം പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്ന് ചെയ്തതാണ് അല്ലേ സാറേ? ഇന്നലെ ഒരു വീഡിയോ ചെയ്തതാണ്. ആയിട്ട് കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം അത് ചെയ്യാൻ പറ്റില്ല. ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വരുന്നു. അപ്പോഴത്തേക്കും ഭയങ്കര മഴയും ഇടിമിന്നലൊക്കെ ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളൊക്കെ അതൊക്കെ പരിഹരിച്ച് നമ്മളിന്ന് വീഡിയോ ചെയ്യുകയാണ്. എനിക്ക് കാരണം ഇന്ന് ചെയ്യാനുള്ള കാരണം ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ജോർജും അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരനും ഡെവിനും, അപ്പോൾ ഇവരെല്ലാവരും കാളിയാറെന്നൊക്കെ വന്ന് വീഡിയോ പിടിക്കാനുള്ള സഹായവും നൽകി. അപ്പോൾ അവരെ നന്ദിയോട് ഓർത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതം പ്രചോദനമാകും എന്ന വിശ്വാസത്തിലും ആ ഒരു ഉറപ്പുള്ളതിനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പ്രവേശിക്കുകയാണ്. മാത്തച്ചൻ സാറിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. സാറേ, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം സാറ് മിഷൻ ലീഗിലൂടെ സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ജീവിതം കാഴ്ചവെച്ച ഒരാളാണ്. എങ്ങനെയാണ് മിഷൻ ലീഗിലോട്ട് കടന്നത്? ആ ഒരു ഏത് വർഷമാണ് കടന്നതെന്ന് പറയാമോ? മിഷൻ ലീഗിലോട്ട് 1957 1957 മിഷൻ ലീഗിലോട്ട് കടന്നത്. അത് പൊന്നന്താനം ഇടവക, കോട്ടയം രൂപതയുടെയും കോതമംഗലം രൂപതയുടെയും പള്ളികൾ അടുത്തടുത്താണ്. ആ രണ്ട് ഇടവകയിലെ കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് PC എബ്രാഹിം എന്ന കുഞ്ഞേട്ടൻ വിളിക്കപ്പെടുന്ന മിഷൻ ലീഗിൻ്റെ സ്ഥാപക നേതാവ് അന്ന് അവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ മിഷൻ ലീഗ് നമ്മുടെ ഇടവുകളിൽ സജീവമാക്കുന്നത് നല്ലതാണെന്ന് ഞങ്ങൾ ചിന്തിക്കുകയും ഞാൻ ഉൾപ്പെടുന്ന ഒരു ടീം രൂപീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ അതിൻ്റെ ഭാരവാഹിയായിട്ട് കുറേ കാലത്ത് രണ്ട് രൂപതയിലെയും രണ്ട് ഇടവകയിലെ ആളുകൾ കുട്ടികൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. പിന്നീട് അതാത് ഇടവകയിൽ പ്രവർത്തനമായി. ഞാൻ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഈ ഇടവകയിൽ നിന്നും അടുത്ത ഇടവകയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളിൽ മേഖലാതലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എനിക്ക് സഹകരിക്കാൻ അവസരം കിട്ടി. അങ്ങനെ മേഖലാ ഭാരവാഹിയായി. അതിനുശേഷം 64 രൂപതാ തലത്തിലുള്ള യോഗത്തിൽ എന്നെ സംസ്ഥാന രൂപതാ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. കോതമംഗലം അഭിവക്ത കോതമംഗലം രൂപതയാണ്, ഇടുക്കിയും കൂടെ ഉള്ള പ്രദേശം. അങ്ങനെ ഞാൻ മിഷൻ ലീഗിൻ്റെ സെക്രട്ടറി ആയിട്ട് രൂപതാ സെക്രട്ടറി ആയിട്ട് വരുന്നു. വലിയ പ്രവർത്തന പരിജ്ഞാനം ഉണ്ടെന്ന് പറയാനൊക്കില്ലല്ലോ, ആരംഭമല്ലേ. അന്ന് എല്ലാ ഇടവുകളിലും മിഷൻ ലീഗ് ഇല്ല, കുറേ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പാലയിലും ചങ്ങനാശ്ശേരിയിലൊക്കെയാണ് മിഷൻ ലീഗ് ഉള്ളത്. ഇങ്ങോട്ട് ഈ പ്രദേശങ്ങളിലോട്ടൊക്കെ ആയി വരുന്നുള്ളൂ. പാലായായിട്ട് ബന്ധമുള്ള ചുരുക്കം ചില ഇടവുകളിൽ മാത്രമേ അന്ന് മിഷൻ ലീഗ് ഉള്ളൂ. നെടികാട് ഉദാഹരണമായിട്ട് പാലായിട്ട് ചർച്ച് ബന്ധവുമായിട്ടുണ്ട്, പോലെ കുണിഞ്ഞി, അങ്ങനെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ 5-10 സ്ഥലങ്ങളിൽ മാത്രമേ നോമിനലായിട്ട് മിഷൻ ലീഗ് ഉള്ളൂ. ഇതിന് ശേഷം ഞങ്ങൾ മിഷൻ ലീഗ് ഇതെല്ലാം കേട്ടൊരു ആവേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സ്വീകരിച്ചു. അന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ 20 വയസ്സിൻ്റെ കാലഘട്ടമാണല്ലോ. 57. എത്ര വയസ്സുള്ളപ്പോഴാണ്? അത് 20-ാമത്തെ വയസ്സ് മിഷൻ ലീഗ് ചേർന്നു. അതെ, ഞാനന്ന് വർഷത്തിൽ 10ാം ക്ലാസ് പാസ്സായി 20 വയസ്സില്ല. 8ാമത്തെ വയസ്സിലായിരുന്നു ഞാൻ 1ാം ക്ലാസ്സിൽ പോയി ചേർത്തത്. 1945. മനസ്സിലായില്ലേ? അന്ന് 8 വയസ്സായി. എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് തൊടുപുഴയ്ക്ക് നടക്കണം, 10 കിലോമീറ്റർ നടക്കണം. 10 കിലോമീറ്റർ രാവിലെ നടക്കും, 20 കിലോമീറ്റർ ഒരു ദിവസം. അങ്ങനെ നടന്നു പോകുന്നുണ്ട്. തീർത്ത് ചെറിയ ക്ലാസ് കുട്ടികൾക്ക് വിടാൻ പറ്റില്ല, പ്രായമായിട്ട് ആണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ 10ാം ക്ലാസ്സിൽ ഞാൻ ഒരു വർഷം തോറ്റു. അങ്ങനെ 12 വർഷമായില്ലേ. 12ാമത്തെ വർഷത്തിൽ ഞാൻ 10ാം ക്ലാസ് കരിങ്ങന്ന സ്കൂളിൽ നിന്ന് പാസ്സായി. ആ കാലഘട്ടമാണ് ഈ സംഭവം നടക്കുന്നത്. മിഷൻ ലീഗ് ചേരും, മിഷൻ ലീഗ് ആരംഭിക്കും. അതിനെ തുടർന്ന്
ഈ ഞങ്ങളിങ്ങനെ ഈ കരിങ്കുന്നത്ത് നിന്ന് തിരിച്ചു പോരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് മിഷൻ ലീഗ് എല്ലാ ഇടവുകളിലും ആരംഭിക്കണം. അന്ന് ഞങ്ങൾക്ക് സഹായിക്കാവുന്നത് ഈ ഇടുക്കിയിലെ കുഞ്ഞേട്ടൻ എന്ന് പറയും, ഇഞ്ചനാനി കുഞ്ഞേട്ടൻ. അത് വലിയ നമ്മുടെ ഇവിടെയുള്ള മലബാറിലെ മറ്റേ രൂപതയുടെ പേരുന്ന വലിയ രൂപത, ഇഞ്ചനാനി പിതാവുള്ള രൂപത താമരശ്ശേരിയിലെ ഇപ്പോഴത്തെ മത്താൻ്റെ ഒരു സ്വന്തമാണ്, ഒരു പേരപ്പനാണ് ഈ കുഞ്ഞേട്ടൻ. അപ്പോൾ ആ ഫാമിലി മിഷൻ ലീഗുമായിട്ട് നല്ല ഇതുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹവും പിന്നെ ഒരു കല്ലാനിക്കുള്ള ഒരു സാറ്, കൊമ്പ്യാവള് സാറ്, ജോസഫ് കൊമ്പ്യാവള്, ഞങ്ങൾ ഒരു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടി ആലോചിച്ച് മറ്റ് സ്ഥലങ്ങളിലും കൂടി മിഷൻ ലീഗ് ആരംഭിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ 1-2 വർഷം കൊണ്ട് കോതമംഗലം രൂപതയിലെ ഒരുവിധം മിഷൻ ലീഗ്, അത് ഹൈറേൻ ചോദിച്ച് എല്ലാ പള്ളികളിലും പോയി. അതെ അതെ അതെ, ഏകദേശം എല്ലാ പള്ളികളിലും പോയി. അതെ, എല്ലാ പള്ളികളിലും പോയോ? താഴെയുള്ള അതായത് ഹൈറേൻ ചോദിച്ച്, അതായത് കോതമംഗലം പ്രദേശം, ഇടുക്കി പ്രദേശം, തൊടുപുഴ പ്രദേശം, ഇതാണുള്ള കോതമംഗലം രൂപതയുടെ മറ്റു സ്ഥലങ്ങൾ, കളിയറക്കരയിൽ വരും. അങ്ങനെ ആ സ്ഥലങ്ങളിലുള്ള മുസ്ലിം ലീഗ് സജീവമായി. അന്ന് 68 ഒരു തൊടുപുഴയിൽ ഒരു വാർഷികം നടക്കുന്ന സമയത്ത് പോത്തനാഴി പിതാവ് വളരെ ശക്തമായി മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തത, എല്ലാവരും സഹകരിക്കുന്നു പറഞ്ഞു. അതോടുകൂടി വളരെ ആവേശമായി. 67 അതിന് മുമ്പ് ഞങ്ങൾ മറ്റ് കോതമംഗലം രൂപതയുടെ ഇടുക്കി മേഖലയിലേക്കൂടെ നമ്മുടെ സന്ദേശം കൊടുക്കാനുള്ള ശ്രമം നടത്തി. ഞങ്ങൾ പ്ലാനിട്ടു. 2 ചെറിയ ഗ്രൂപ്പുകളായിട്ടുണ്ട്. ഈ 2 പേരുള്ള 2 ഗ്രൂപ്പുകൾ. 67 സെപ്റ്റംബർ മാസം 30-ാം തീയതി വാഴത്തോപ്പിലും ഞാനും ഒരു മാത്യുവും കൂടി വാഴത്തോപ്പിലും, നാരേക്കാനത്ത് ഇഞ്ചനാനി കുഞ്ഞേട്ടനും ജോസഫ് കൊമ്പ്യാളും കൂടെ എത്തി. അങ്ങനെ ഞങ്ങൾ 2 ടീമായിട്ട് തിരിഞ്ഞ് ആ പള്ളികളിലെ ഇടുക്കി കട്ടപ്പനയ്ക്ക് ഇപ്പറയുള്ള പള്ളികളിൽ, നെടുങ്കണ്ടം വരെയുള്ള പള്ളികൾ, നെടുങ്കണ്ടമാണ് അങ്ങേയറ്റം ആ ഭാഗത്തെ പള്ളികൾ, ഇങ്ങേ ഭാഗത്തെ ലബ്ബക്കട എന്ന് പറഞ്ഞെങ്കിൽ ലബ്ബക്കട എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ്. ഇങ്ങനെ 10-12 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റി. ഒരാഴ്ച കൊണ്ട് 8 ദിവസം. ഒരു ദിവസം പോലും വണ്ടി കണ്ടിട്ടില്ല. കാളവണ്ടി കിടക്കുന്ന സ്ഥലമേ ഉള്ളൂ. വഴി എന്ന് പറഞ്ഞാൽ കാളവണ്ടിയേ ഉള്ളൂ. യാത്രയെല്ലാം കാളവണ്ടിയിലായിരുന്നു. നമ്മളല്ലേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇല്ല. വളരെ ചുരുക്കമായിട്ട് മാത്രമല്ല ടൗണിലും ജീപ്പ് കൊണ്ടുള്ളല്ലേ, ഇവിടെ ജീപ്പൊന്നും കണ്ടു. അപ്പോൾ 8 ദിവസം നിങ്ങൾ പൂർണ്ണമായിട്ട് നടക്കും. ഏതാണ്ട് ഒരു ദിവസം ഒരു 30 കിലോമീറ്റർ നടത്തണം. സ്നേഹമുള്ളവർ, ഇപ്പോൾ നിങ്ങൾ മിഷനുകളുള്ളവരൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു തലമുറ ഇങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ടും ഇങ്ങനെ അല്ല ഒരാഴ്ച മുഴുവൻ നടന്നൊക്കെയാണ് അവര് ഇടുക്കിയില് ഇങ്ങനെ മിഷൻ ലീഗ് വളർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ നമ്മൾ മറക്കരുത്. ഞങ്ങൾ പോയ ഒരു കാര്യം പറയാം. വാഴത്തോപ്പ്, വിമലഗിരി, ഉപ്പുതോട്, തങ്കമണി, കാമാക്ഷി, നെല്ലിപ്പാറ, വാഴവര, ഇരട്ടയാർ, വെള്ളിയാങ്കുടി, ലബ്ബക്കട, ഈ 10 സ്ഥലങ്ങളിൽ പോയി. 10 സ്ഥലങ്ങളിൽ 7 സ്ഥലങ്ങളിൽ മിഷൻ ലീഗിൻ്റെ ഭാരവാഹികൾ കൊടുത്തു. അത്ര കൊടുത്തു. അത് ഇട ദിവസങ്ങളൊക്കെ അല്ലാതെ ഞായറാഴ്ച അല്ല. അപ്പോൾ 10-200 ഇടവക്കാർ കുട്ടികളുണ്ടെങ്കിൽ അതിൽ 20-30 ഒക്കെ അല്ലേ വരുള്ളൂ. അവരോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ പള്ളികളിൽ ഞങ്ങൾക്ക് താമസ സൗകര്യമൊക്കെ തരും. ഒരു കുഴപ്പമില്ല, സന്തോഷം. പ്രത്യേകിച്ചൊരു കാര്യം, എവിടെ ചെല്ലുമ്പോഴും ഞങ്ങളെ പരിചയപ്പെടുമ്പോൾ സാറാണെന്ന് ഞാൻ പറയുന്നു. അതൊരു പ്ലസ്സാണ്. നമ്മുടെ സാറെന്ന് പറയുമ്പോൾ അവർക്കും ഒരു ബഹുമാനം, കുട്ടികൾക്കാണെങ്കിലും ഒരു ബഹുമാനം. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഹൈറേഞ്ചിലെ ഇടുക്കി മേഖല, അതായത് നെടുങ്കണ്ടം മുതൽ ഇടുക്കി വരെയുള്ള പ്രദേശങ്ങളിൽ പള്ളികളിൽ ഞങ്ങൾക്ക് ഒരു 10-30 സ്ഥലങ്ങളിൽ പോകാൻ പറ്റി. അതിൽ 10-16 സ്ഥലങ്ങളിൽ മിഷൻ ലീഗ് ആരംഭിച്ചു. ഇടുക്കിയിലെ മിക്കവാറും ഒരു 60% പള്ളികളിൽ മിഷൻ ലീഗ് ആരംഭിച്ചു. പിന്നെ ഞങ്ങൾ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തെയും മിഷൻ ലീഗ് ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ ഉള്ള ശ്രമമാണ്. പിന്നെ അത് മേഖല തിരിച്ചു, ശാഖയിലെ ഭാരവാഹികളിൽ കൂടി മേഖല തിരിച്ചു. പിന്നെ രൂപതാതാളം, ഇങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു 1-2 വർഷമായപ്പോഴത്തേനുണ്ടല്ലോ, ഒരു 68-69 ആയപ്പോഴത്തേനും മിഷൻ ലീഗ് കോതമംഗലം രൂപതയിലെ A ക്ലാസ് സംഘടന ശക്തമാണ്. പ്രത്യേകിച്ച് പോത്തനാഴി പിതാവ് വളരെ താല്പര്യം ഉണ്ടെന്നു. കാരണം ഇത്രയും ആവേശത്തോടു കൂടി
പ്രവർത്തിക്കുന്ന കണ്ടപ്പോൾ പിതാവിനും ആവേശം. അങ്ങനെ അല്ല അവര് വളരെ വളരെ ത്യാഗം സഹിച്ച് നിങ്ങൾ ചെയ്യപ്പോഴേ അപ്പൊ അതിനുള്ള പ്രതിഫലം ഉണ്ടായല്ലോ എല്ലാ രീതിയിലും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സിനോളരെ ഈ നമ്മുടെ ദൈവവിളി വളരെ ഇപ്പോഴാണെങ്കിലും ശരി മിഷൻ ലീഗിലൂടെയൊക്കെ നമ്മൾ കിട്ടുന്ന ഒരു ഫോർമേഷൻ ആണല്ലോ ദൈവവിളി. പ്രത്യേകിച്ച് മിഷണറിമാരായ സിസ്റ്റേഴ്സിനെ അച്ഛന്മാരെയൊക്കെ വാർത്തെടുക്കുന്നതിൽ മിഷൻ ലീഗ് അത് അടുത്ത സ്റ്റെപ്പായിട്ട് പറയാം. ദൈവവിളിയെ പറ്റി ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ദൈവവിളി ക്യാമ്പ് ആദ്യം ദൈവവിളി ധ്യാനമായിരുന്നു നടത്തി. അത് രൂപതയിൽ ഒന്നു വെച്ചുള്ളൂ. അത് ചില സൗകര്യം താമസിക്കാനുള്ള സൗകര്യമുള്ളത് പൈങ്കുളം SH ഗവൺമെൻറ്റിൻ്റെ സ്കൂളിലാണ്. അവിടെയാണ് ആദ്യം നടത്തുന്നത്. അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ. പിന്നീട് അത് പല സ്ഥലങ്ങളിലും ക്യാമ്പുകളുണ്ട്. ഈ ദൈവവിളി ക്യാമ്പുകളിൽ ക്ലാസ് എടുക്കാൻ സാധാരണ ഇവിടെ ഈ രൂപതയിലുള്ള പ്രവർത്തകരെ തന്നെ ഞങ്ങൾ വിളിച്ചിരുന്നു. അച്ഛന്മാർ അങ്ങനെയുള്ള ഞങ്ങളും ഒക്കെ ഞങ്ങളുടെ മിഷലീൻ്റെ ലീഡേഴ്സൊക്കെ. അപ്പോൾ കുറേ പേരോട് ഇതിനകത്ത് സജ്ജമായി, അധ്യാപകർ ഇതിനകത്ത് റെഡിയായി. പാലാ രൂപതയിൽ നിന്ന് ആദ്യം 1-2 പേരെയൊക്കെ വിളിച്ചെങ്കിൽ പിന്നീട് ഈ രൂപതയിൽ നിന്നുള്ളത്. അത് പിതാവിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മതി എന്നുള്ളത്. അതിങ്ങനെ പോയി കഴിഞ്ഞിട്ട് മിഷലീൻ്റെ ദൈവവിളി ക്യാമ്പുകൾ വളരെ ശക്തമായി. ദൈവവിളി ക്യാമ്പിന് മുമ്പാണ് എന്ത് ചെയ്തിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ഹൈസ്കൂളുകളിലും പോയി കുട്ടികളോട് ഒരു ദിവസം സംസാരിക്കും. 3 ഒരച്ഛനും ഒരു സിസ്റ്ററും ഒരു ലെവനും കാണും. ഈ 3 പേര് ചേർന്നുള്ള നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ദൈവവിളിയെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ അവരുടെ ഒപ്പീനിയൻ കേൾക്കും, നമ്മൾ അവരോട് പറയും. ചില നിങ്ങളെപ്പോലുള്ള സഭയിലെ ആളുകൾ ഇത് കാണാൻ വരും. ഈ അവസരത്തിൽ ഒക്കേഷൻ പ്രൊമോട്ടേഴ്സ് വരും. അപ്പോൾ ഇത് പറയും, ഒക്കേഷൻ പ്രൊമോട്ടേഴ്സ് വിവിധ സഭകളുടെ ആളുകൾ വരും, ഞങ്ങളോട് കൂടെ ഉണ്ടാവും, അവരെ കുട്ടികളോട് സംസാരിക്കും. അങ്ങനെയൊക്കെ ഒക്കേഷൻ ദൈവവിളി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ തലമുറ അല്ലേ, ആ ഒരു തലമുറ കഷ്ടപ്പെട്ടതിന്റെ വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ കുട്ടികളെയും ഈ സംഘടനാ പ്രവർത്തനം സജീവമാകാൻ കോതമംഗലം രൂപത എന്ന് പറയുന്നതിൽ മലയാളമാണല്ലോ ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാം ഇടുമ്പോൾ ഞാൻ അറേഞ്ച് പോകും. എനിക്കിഷ്ടമാണ്. 12 മേഖലകളുണ്ട്, ഭാരവാഹികളുണ്ട്. ഞങ്ങൾ ബൈബിൾ കൺവെൻഷനുകൾ നടത്തുന്നു, ദൈവവിളി പ്രഘോഷണ പരിപാടികൾ നടത്തുന്നു, കാൽനട ജാഥ നടത്തുന്നു. എനിക്കറിയാമുള്ള ബൈബിൾ പ്രഘോഷണ കാൽനട ജാഥ എന്തെല്ലാം പ്രസംഗിക്കണേ, ബൈക്കുണ്ട്, ജീപ്പില്ല, ഓട്ടോയില്ല, സൈക്കിളിൽ വെച്ച് കെട്ടി അയറേഞ്ചിൽ കൂടെ ഇത് കൊണ്ടുപോയാൽ എങ്ങനെ കൊണ്ടുപോകും? അത് മലയും വഴിയില്ല, മുഴുവൻ മലയാണ്. അതെ, എങ്ങനെ കൊണ്ടുപോകും നിങ്ങൾ ആലോചിക്കും. ഇത് 12 കോതമംഗലം രൂപതയിലെ 12 മേഖലകളിൽ ഒരേ സമയത്ത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നടക്കുന്നു. ഒരു പ്രോഗ്രാമിന് ഒരു ടീമിൽ 25 പേരാണ്. അതിൽ ഒരച്ഛനോ അല്ലെങ്കിൽ ഒരു ഡീക്കൻ സെമിനാരി വിദ്യാർത്ഥി, ഒരു സിസ്റ്റർ, ഒരു ലേമൻ, 3 പേര് ഉദാഹരണം, വേറെ 2 പേര്, അങ്ങനെ 5 പേരുള്ള മുതിർന്ന ടീമും അതിൻ്റെ കൂടെ 20 അങ്ങനെ 25 പേരുടെ ടീമാണ് നടക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. 25 പേരുടെ ടീം ഒരു സ്ഥലത്ത് നിന്ന് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ആ പള്ളിയിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടനവും നടന്ന് അവിടെ പ്രസംഗിക്ക് വന്നവരോട് പറഞ്ഞു, പിന്നെ പോണ വഴിക്ക് 10 പേരെ കണ്ട അവിടെ വണ്ടി നിർത്തും. വണ്ടി നിർത്താനല്ല, സൈക്കിളല്ലേ, നിർത്തി പ്രസംഗിക്കും. ഇങ്ങനെ കടന്നു പോകുന്ന പരിപാടി 5 ദിവസം ഈ 12 മേഖലയിലും ഒരേ സമയത്ത് ആരുടെയും നിർദ്ദേശം കൊണ്ട് അത് ഓട്ടോമാറ്റിക് നടന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ നടന്നത് അന്വേഷിക്കാൻ ആരും പോകണ്ട, അതെല്ലാം അവിടെ ചെയ്യും. അല്ല, അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ മിഷൻ ലീഗിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി ഇതുണ്ടോ, നമ്മൾ എത്ര ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് മാത്തച്ഛനെ സാറിനെ കുറിച്ച് പറയാനുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇതിപ്പം മാത്ത സാറിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വെറുതെ ഈ ചുവരുകളിലെല്ലാം നോക്കിയാൽ നിങ്ങൾ കാണാൻ മനസ്സിലാവും. നോക്കി വെറുതെ ഒന്ന് കാണിച്ചു കൊടുത്തേ, ഇവിടെ എല്ലാം ഇദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ്. അല്ല, പല കാര്യങ്ങൾ, പല രീതിയിലുള്ള പുരസ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഓരോന്നിനെ കുറിച്ചും കൂടെ പറയണം, അല്ലെങ്കിൽ പറയാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നോക്ക്, ഇത് അധ്യാപക അവാർഡ് അല്ലേ? അതെ, അദ്ദേഹം ഒരു അധ്യാപകനാണ്. 1988-89 കാലഘട്ടങ്ങളിൽ നല്ല അധ്യാപകനുള്ള ഒരു പുരസ്കാരം അത് അന്നത്തെ ചീഫ് മിനിസ്റ്റർ EK നയനാർ സാറിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അവിടെ PN
പണിക്കർ പുരസ്കാരം കണ്ടോ? നമ്മൾ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. നമ്മുടെ സാറ് ഇവിടെ ഒരു ഗ്രന്ഥശാലയുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത്. അതെ, പൊന്നന്താനത്ത് ഇദ്ദേഹം തുടങ്ങി വെച്ച ഒരു ഗ്രന്ഥശാലയുണ്ട്. ഇന്നും ഗ്രന്ഥശാലയുണ്ട്. ഒത്തിരി ആളുകൾക്ക്, ഈ തലമുറയ്ക്കെല്ലാം, ഇവിടെയുള്ള ആളുകൾക്കെല്ലാം പ്രചോദനമായ കാര്യമാണ്. ഈ പുരസ്കാരം എന്ന് പറയുന്നത് ഈ 2018 കിട്ടിയത്. 2018 കിട്ടുന്നപ്പോൾ ഇതിന് 25,000 രൂപയും ഈ ഫലവും 25,000 രൂപ. അധ്യാപക അവാർഡ് കിട്ടിയ 1,500 രൂപ. ഇതൊക്കെ ഇപ്പം അടികൂടുള്ളൂ. ഈ പുരസ്കാരങ്ങളെക്കാൾ കൂടുതൽ, ഇതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുരസ്കാരമാണ് ഇപ്പോൾ ഞാൻ കൈവച്ചിരിക്കുന്നത്. ഇതിന്റെ ചരിത്രം ഒന്ന് പറയാവോ? ഇത് എന്താണ്, ഇത് ആര് തന്നതാണെന്നൊന്ന് പറയാവോ? ഇത് എന്താണെന്ന് ആദ്യം ഒന്ന് പറയാവോ? കാരണം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇത് ടേപ്പ് റെക്കോർഡാണെന്നറിയാവോ? ഇത് ടേപ്പ് റെക്കോർഡാണ്. ഇപ്പോൾ ഈ ടേപ്പ് റെക്കോർഡ് ഉപയോഗിക്കുന്നില്ല, ഡിജിറ്റലായി ഇപ്പോഴുള്ള അല്ലേ? നിങ്ങളുടെ ഫോണെല്ലാം ടേപ്പ് റെക്കോർഡാണ്, അവിടെ എല്ലാ സൗകര്യമുണ്ട്. ഇതങ്ങനെയല്ല, കാസറ്റ് ഇത് റെക്കോർഡ് ചെയ്ത് ഇത് വെക്കുകയും അത് വീണ്ടും റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഇന്ന് എനിക്ക് കിട്ടിയൊരു അംഗീകാരമാണ് 1975 സഭയുടെ ജൂബിലി വർഷം വിശുദ്ധ വത്സര പ്രഖ്യാപനം നടത്തി. ഒക്ടോബർ 19 മിഷൻ സൺഡേ ദിവസമാണ്. അന്ന് ദിവ്യബലിയിൽ മാർപ്പാപ്പ അർപ്പിച്ച ദിവ്യബലിയിൽ ഞങ്ങൾ പങ്കെടുക്കുകയും അന്ന് അവിടെ 285 പ്രതിനിധികൾ അന്തർദേശീയ തലത്തിൽ പങ്കെടുത്ത ആളുകളുണ്ട്. ഇന്ത്യയിൽ നിന്ന് 47 പേര്, കേരളത്തിൽ നിന്ന് അതിൽ 17 പേര്. കോതമംഗലം രൂപതയിൽ എന്നെ തിരഞ്ഞെടുത്തു. അത് രൂപത തിരഞ്ഞെടുത്ത. ഇവിടുന്ന് പോയി വരാനുള്ള മുഴുവൻ ചെലവുകളും വത്തിക്കാൻ തന്നു. എനിക്കൊരു ചെലവുമില്ല, സ്വന്തം ചെലവില്ല, മുഴുവൻ ചെലവുകളും കിട്ടി. അതൊരു അവാർഡാണ്. അന്ന് അവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഇതുപോലെ ഒരു ടേപ്പ് റെക്കോർഡർ തന്നു. അന്ന് 75 ഇത് വലിയൊരു അത്ഭുതമാണ്. ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ഇത് ഉപയോഗിച്ചു പ്രസംഗിക്കാനൊക്കെ. അന്ന് 75 അപ്പോൾ 75 എനിക്ക് ഇത് കിട്ടിയെങ്കിൽ നിങ്ങളെപ്പോലുള്ള പ്രവർത്തകരുടെ ഒരു നേതൃത്വം, നിഷ്കാമമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ എന്ന നിലയിലാണ് ഈ അവാർഡ് എനിക്ക് കിട്ടിയത്. വത്തിക്കാനിൽ നിന്ന് കിട്ടിയതാണല്ലേ? വത്തിക്കാനിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ഇത്രയും നാളും അത് സൂക്ഷിച്ചു. ഇതിപ്പോ ഈ രീതിയിലില്ല. ഇപ്പൊ ഈ അവാർഡുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ഇതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതെ, മാർപ്പാപ്പയിൽ നിന്ന് ഒരു അവാർഡ് മേടിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മാർപ്പാപ്പയുടെ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ഇത് ഞങ്ങൾക്ക് തന്നു കേട്ടോ. മാർപ്പാപ്പ എന്താണോ നേരിട്ട് തന്നു. അതെ. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ അന്നത്തെ പടമൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അങ്ങനെ മാർപ്പാപ്പയുടെ ഒരു കൂടെ ചേർന്ന് നിൽക്കാനും കൂടി നമുക്ക് ഒരു അവസരം കിട്ടി. അതിനെല്ലാം കോതമംഗൽ രൂപതയിൽ എനിക്ക് ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെ അന്ന് മോത്തനാമറ്റി പിതാവാണ്, പിന്നെ പള്ളിക്ക് അപ്പുറം പുന്നക്കോട്ടി പിതാവായി, ഇപ്പം പിതാവ് പിന്നീട്. ആ കാലത്തൊക്കെ നമുക്ക് അത് 64 മുതൽ 98 വരെയുള്ള 34 വർഷം അനുസ്യൂതം ഈ സംഘടന. ഇദ്ദേഹം പ്രത്യേകിച്ച് മിഷൻ ലീഗിൽ മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. രാഷ്ട്രീയത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വായന, ഒരു ഗ്രന്ഥശാല നിങ്ങൾക്ക് പൊന്നന്താനത്ത് വന്ന് കാണാം. ഒരു ഗ്രന്ഥശാലയുണ്ട്, അതിന് തുറക്കക്കാരനാണ്. ഇന്നും അവിടെ കുറച്ച് സമയം എല്ലാ ദിവസവും അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നുണ്ട്. അതിനെ വളർത്താനുള്ള രീതികൾ മുന്നോട്ട് പോകുന്നു. അതുപോലെ ടീച്ചേഴ്സിന് വേണ്ടി അവരുടെ ഒരു അതിന് ഗവൺമെൻറ് തലത്തിലുള്ള പേരെന്താണ്? ടീച്ചേഴ്സ് പല സംഘടനകളുണ്ട്. ഓരോ ഞാൻ KPPT എന്ന് പറഞ്ഞ സംഘടനയിലാണ് സമഗ്രമായിട്ട് ദൈവം നൽകിയ എല്ലാ കഴിവുകളും, എല്ലാ സാധ്യതകളും, എല്ലാ അവസരങ്ങളും ദൈവമഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കും വേണ്ടി സാറ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. വളരെ PJ ജോസഫ് സാറിന്റെ ഓഫീസിലല്ലേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? സഹായിക്കുന്നുണ്ടല്ലേ? സഹായിക്കുന്നുണ്ട്. ഇലക്ഷന്റെ കാര്യങ്ങളും മറ്റ് കണക്കിന് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാര്യം പറയാം, 89 വയസ്സുണ്ട്. 89 വയസ്സുണ്ട്. കണ്ടാ പറയാം, ഇത്ര നേരം സംസാരിച്ചില്ലേ? ഇപ്പോഴും അദ്ദേഹം മറ്റുള്ളവർക്ക് നന്മയുള്ള പല കാര്യങ്ങളും, രാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട്. നമുക്കറിയാം ഇനിയും കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മൾ വേറൊരു ദിവസം കൂടുതൽ കാര്യം സംസാരിക്കും. ഇന്ന് നമ്മൾ തൽക്കാലം ഒന്ന് നമ്മൾക്ക് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുക അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ പ്രചോദനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സാറ്
സായി സാറ് ഒത്തിരി സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജീവിച്ചു. നമുക്കറിയാലോ, അൽമായരാണ് എപ്പോഴും സഭയുടെ ശക്തി. അൽമായർക്ക് സഭയിൽ വലിയൊരു പ്രാധാന്യവും പങ്കാളിത്തമുണ്ട്. അവരുടെ ശുശ്രൂഷകൾ എന്നും സഭ വിലമതിക്കുന്നു. അതുപോലെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും, ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ശക്തമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഇനിയും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാവുന്ന ഒരു വീഡിയോയോടെ ഞങ്ങൾ വരും. അതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമാണ്. എനിക്കിടെ സാറേ ഒത്തിരി നന്ദി. എല്ലാവിധത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും ശരി.